നമസ്കാരം. വ്യത്യസ്തമായ ഒരു വിഷയം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വോയിസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരാശയം തന്നെയാണിത്. എന്നാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സമീപനം ലോകത്ത് വലിയൊരു മാറ്റങ്ങൾക്ക് കാരണമായി തീരുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ആ ആശയത്തിൻ്റെ കാതൽ ഈ വോയിസിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കും ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും അത് ശരിയാണല്ലോ എന്ന്. അതിനെ വിശദമായിട്ട് നിങ്ങൾ പഠിച്ചാൽ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കും മാറാൻ സാധിക്കും. ഈ ഇൻഡസ്ട്രിയുടെ പേര് വുഡ എന്നാണ്, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. ഈ ഇൻഡസ്ട്രി ലോകത്ത് ആദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 2024 മാർച്ച് 20-നാണ്. അതിനു മുമ്പ് വുഡ എന്നൊരു ഇൻഡസ്ട്രി ലോകത്തില്ല. ഇത് അടിവരയിട്ട് എഴുതാൻ സാധിക്കും. അതായത് ഇന്ന് സെപ്റ്റംബർ മാസം 23-ാം തീയതി, 6 മാസവും 2 ദിവസവും മാത്രം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് ഈ വോയിസിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. കച്ചവടം. നമുക്ക് സുപരിചിതമാണ് കച്ചവടം എന്ന് പറയുന്നത്. കച്ചവടം ട്രഡീഷണൽ രംഗമാണെങ്കിലും ഡിജിറ്റൽ രംഗമാണെങ്കിലും അതിനൊരു പൊതുതത്വമുണ്ട്. വാങ്ങലും വിൽക്കലുമാണ് ആ പൊതുതത്വം. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ക്രയവിക്രയമാണ് കച്ചവടത്തിന്റെ ലാഭനഷ്ട സാധ്യത എന്ന് പറയുന്നത്. ആരുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, അത് അയാൾ വിൽക്കാൻ തയ്യാറാണെങ്കിൽ വേറൊരാൾ വാങ്ങുന്നു. കയ്യിലുള്ള ആൾ അത് ഏത് വിലയ്ക്കാണോ വാങ്ങിയത് അതിൽ ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്നവർക്ക് എത്തിക്കാൻ സാധിച്ചാൽ അയാൾക്ക് ലാഭം ലഭിക്കും. എന്നാൽ കയ്യിലുള്ള ആൾ അയാൾ വാങ്ങിയതിനേക്കാൾ ചെറിയ വിലയ്ക്കാണ് വിൽക്കാൻ വേണ്ടി വയ്ക്കുന്നതെങ്കിൽ അയാൾക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക. സോ വാങ്ങുന്നവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഏത് ഉൽപ്പന്നത്തിനും, അത് ട്രഡീഷണൽ രംഗത്തിലുള്ളതാണെങ്കിലും ഡിജിറ്റൽ രംഗത്തിലുള്ളതാണെങ്കിലും, ഡിമാൻഡ് കൂടുന്നുണ്ടാകും, വില വർദ്ധിക്കുന്നുണ്ടാകും. വിൽക്കാൻ ആളുകൾ കൂടുതലുള്ള അവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും വില കുറയുന്നുണ്ടാകും. അപ്പോൾ വാങ്ങുന്നവരുടെ എണ്ണം കൂടുമ്പോൾ വില കൂടുകയും വിൽക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ വില കുറയുകയും ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ രംഗത്ത് ക്രിപ്റ്റോ കറൻസി എടുത്ത് നോക്കിയാലും, ഷെയർ മാർക്കറ്റ് എടുത്ത് നോക്കിയാലും, കമ്മോഡിറ്റി മാർക്കറ്റ് എടുത്ത് നോക്കിയാലും, ഫോറക്സ് ട്രേഡിംഗ് എടുത്ത് നോക്കിയാലും, ഏത് മേഖല എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അപ്രൂവ് ചെയ്തിരിക്കുന്ന മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്ന ഒരു നിശ്ചിത എണ്ണം യൂണിറ്റ് എപ്പോഴും ഉണ്ടാകും. ഒരു കമ്പനി അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യപ്പെടുമ്പോൾ ഇത്ര ഷെയർ മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുകയാണ്. ആ ഷെയറുകൾ പലരും വാങ്ങുന്നു. അത് കമ്പനി ഇറക്കിയ വിലയ്ക്കായിരിക്കും വാങ്ങിയിട്ടുണ്ടാകാം. അത് പിന്നീട് കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ച് വില കൂടുന്ന സാഹചര്യം ഉണ്ടാകാം, മാർക്കറ്റിന്റെ ഡിമാൻഡിനനുസരിച്ച് വില കൂടുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ ഈ വാങ്ങിയ ആൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കാനിടുമ്പോൾ അയാൾക്ക് ലാഭം ലഭിക്കും. എന്നാൽ വാങ്ങിയ ആൾ വാങ്ങിയത് കമ്പനി ഇഷ്യൂ ചെയ്ത യൂണിറ്റുകളാണ്. അത് വിൽക്കുമ്പോൾ വേറൊരാളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ആ യൂണിറ്റുകൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. യൂണിറ്റുകൾ എപ്പോഴും കൃത്യമായിരിക്കും. ആ കച്ചവടം മുന്നോട്ട് പോകുമ്പോൾ പലർക്കും ലാഭത്തിൽ വിൽക്കാൻ സാധിക്കാറുണ്ട്, പലർക്കും നഷ്ടത്തിൽ വിൽക്കാൻ സാധിക്കാറുണ്ട്. ഒരാളുടെ നഷ്ടമാണ് വേറൊരാളുടെ ലാഭമായിട്ട് അത്തരം ക്രയവിക്രയങ്ങളിൽ കാതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അത് ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും, അത് ഷെയർ മാർക്കറ്റ് ആണെങ്കിലും, അത് കമ്മോഡിറ്റി മാർക്കറ്റ് ആണെങ്കിലും ഒരുപോലെ തന്നെ. അപ്പോൾ ധാരാളം ആളുകൾ നേട്ടമുണ്ടാക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് നഷ്ടം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല ട്രേഡിംഗ് പൊളിറ്റിക്സിന്റെ ഭാഗമായി ചിന്തിക്കുന്നതിനും അപ്പുറം നഷ്ടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളും ഇത്തരം മാർക്കറ്റിലുണ്ട്. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പല പ്രോഗ്രാമിലും ഇത്തരം ആശയത്തിന്റെ പല രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം തുടക്കക്കാർ ലാഭം ഉണ്ടാക്കുന്നതും പിന്നീട് വരുന്നവർ നഷ്ടം സംഭവിക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 2024 സെപ്റ്റംബർ 23-ാം തീയതി നമ്മുടെ മുമ്പിലുള്ള എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ഒരു അപകടമല്ലേ? ഇതിലെല്ലാം എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ? വരുന്ന എല്ലാവരും ലാഭം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇത്തരം സിസ്റ്റങ്ങൾ മാറുമോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ടാണ് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ വാങ്ങലും വിൽക്കലും നടത്തുന്ന ഒരു ക്രയവിക്രയ രീതിയെ പരിചയപ്പെടുത്തുന്നത് വുഡ പ്രൊജക്റ്റിലൂടെ. ആ വുഡ പ്രൊജക്റ്റ് നമുക്ക് പരിചയപ്പെടുന്ന ആശയത്തിൽ ഇവിടെ തുടക്കത്തിൽ ഒന്നും തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 2024 മാർച്ച് 20-ന് ഈ സിസ്റ്റം തുടങ്ങുമ്പോൾ ഇവരുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റിന്റെ എണ്ണം 0 അവർക്ക് കൊടുക്കാൻ ആവശ്യമായ ലിക്വിഡിറ്റി അതും 0. അവർ ചെയ്തത് ഒരു ബൈ പ്രൈസ് സെറ്റ് ചെയ്തു എന്ന് മാത്രമാണ്. ഒരു വാങ്ങുന്ന വില സെറ്റ് ചെയ്തു. അത് 0.01 USDT എന്ന പ്രൈസാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഒന്നും മാർക്കറ്റിലേക്ക് കൊണ്ടുവരാതെ തുടങ്ങിയ ഒരു സിസ്റ്റം. ആദ്യത്തെ ആൾ ആവശ്യക്കാരനായിട്ട് വന്നപ്പോൾ $100 കൊണ്ടാണ് അദ്ദേഹം വന്നത്. കൃത്യമായിട്ട് ഇന്ന് നമുക്ക് ആ ദിവസത്തെ ആ ട്രാൻസാക്ഷനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
$100 തന്നെയാണോ അദ്ദേഹം ചെലവഴിച്ചത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ വന്ന $100 52% ഈ സിസ്റ്റം ഇതിന്റെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. പകരം ആ വന്ന എമൗണ്ടിന്റെ 35% വിലയുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോ പുതിയ ലിക്വിഡിറ്റി വന്നു, പുതിയ കോയിൻ നമ്പർ വന്നു. ഒരു ഡിജിറ്റൽ അസറ്റിന്റെ വില നിർണ്ണയിക്കപ്പെടുന്നത് എത്ര ലിക്വിഡിറ്റി ഉണ്ട്, അതിന് എത്ര കോയിൻ ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു കോയിന്റെ വില നിർണ്ണയിക്കപ്പെടുന്ന കണക്ക് വരുന്നത്. അത് എല്ലാ ഡിജിറ്റൽ പ്രൊഡക്റ്റിനും അതുപോലെ തന്നെയാണ്. ഇവിടെ ലിക്വിഡിറ്റി 52 വന്നു, കോയിന്റെ നമ്പർ 3500 വന്നിട്ടുണ്ടാകും. എന്താണ് 3500? $100 35% $35 $35 അന്നത്തെ ബൈ പ്രൈസ് ആയ 0.01 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 3500 എന്ന സംഖ്യ കിട്ടിയത്. അപ്പൊ ലിക്വിഡിറ്റി 52 കോയിന്റെ എണ്ണം 3500 വന്നപ്പോ സിസ്റ്റം അടുത്ത കണക്ക് ചെയ്യുന്നു, 52 3500 കൊണ്ട് ഹരിക്കുന്നു. അപ്പോ പുതിയ ഒരു ബൈ പ്രൈസ് അവിടെ സെറ്റ് ആകുന്നു, 0.0148. ഞാൻ ഈ പറയുന്ന കണക്കുകൾ നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്ന് കണക്കൂട്ടി നോക്കൂ, കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കും. പുതിയ ബൈ പ്രൈസ് വന്നപ്പോൾ സിസ്റ്റം അപ്പം തന്നെ പഴയ ബൈ പ്രൈസ് ആയ 0.01 സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്തു. നോക്കൂ, ഒരു ബൈ പ്രോസസ്സിൽ സിസ്റ്റം ചെയ്തത് എന്താണ്? ഒരു ആവശ്യക്കാരൻ വന്നപ്പോൾ അദ്ദേഹം കൊടുത്ത എമൗണ്ടിന്റെ 35% വിലയുടെ കോയിൻ ക്രിയേറ്റ് ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ സമയത്തെ ബൈ പ്രൈസ് അടിസ്ഥാനത്തിൽ. ആ വന്ന $100 52% ഫണ്ട് ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്തു. ലിക്വിഡിറ്റിയും കോയിൻ നമ്പറും വന്നാൽ അപ്പൊ തന്നെ സിസ്റ്റം പുതിയൊരു ബൈ പ്രൈസ് കണ്ടെത്തും. എങ്ങനെ? ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. പുതിയ ബൈ പ്രൈസ് വന്നാൽ അപ്പോൾ തന്നെ പഴയ ബൈ പ്രൈസിനെ സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഈ 6 മാസം പിന്നിടുന്ന സമയത്തും സിസ്റ്റത്തിൽ നടക്കുന്നത്. ഇന്നും ഒരാൾ വന്നാൽ മാത്രമേ പുതിയ കോയിൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അയാൾ വരുമ്പോൾ അയാൾ മുടക്കുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ 35% വിലയുള്ള കോയിൻ ഇന്നും ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ഇപ്പോൾ ഉള്ള കോയിന്റെ കൂടെ ആ കോയിന്റെ എണ്ണം കൂട്ടും. അപ്പോൾ കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരും. അദ്ദേഹം കൊടുത്ത എമൗണ്ടിന്റെ 52% ഇപ്പോൾ ഉള്ള ലിക്വിഡിറ്റിയുടെ കൂടെ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ലിക്വിഡിറ്റിയിലും മാറ്റം വന്നു. ലിക്വിഡിറ്റിയിലും കോയിന്റെ എണ്ണത്തിലും മാറ്റം വരുമ്പോൾ അപ്പം തന്നെ പുതിയൊരു ബൈ പ്രൈസ് സെറ്റ് ആകും. പുതിയ ബൈ പ്രൈസ് സെറ്റ് ആകുമ്പോൾ പഴയ ബൈ പ്രൈസിനെ സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആകും. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോക്ക് ചെയിന്റെ മോണിറ്ററിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ഇത് കണക്ക് കൂട്ടാൻ വേണ്ടി ഒരു മനുഷ്യന്റെ കൈകടത്തലും ലോകത്ത് ഇനി ആവശ്യമില്ല. കാരണം 2024 മാർച്ച് 20 ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ സ്മാർട്ട് വാലറ്റിന്റെ കീ ഫ്രേസ് വരെയും എൻക്രിപ്റ്റഡ് ചെയ്തുകൊണ്ട് കൺട്രോൾ ടോട്ടൽ ബ്ലോക്ക് ചെയിനിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കൃത്യമായ അനുപാതത്തിലാണ് പ്രോഗ്രസ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ വാങ്ങുന്ന സമയത്ത് നടക്കുന്ന കാൽക്കുലേഷൻസ് ആണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഇനി വിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ വാങ്ങുന്ന സമയത്ത് ലിക്വിഡിറ്റിയിലും കോയിൻ നമ്പറിലും മാറ്റം വരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വില കയറി പോകുന്നത് കാണാൻ സാധിക്കും. അത് ഈ പ്രൊജക്റ്റിലല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ വിൽക്കുന്ന സമയത്താണ് പലപ്പോഴും എല്ലാ സിസ്റ്റത്തിലും അപകടങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടെ വിൽക്കുന്ന സമയത്ത് സിസ്റ്റം ചെയ്യുന്നത് ഇതാണ്: വിൽക്കുന്ന കോയിൻ വേറൊരാൾ വാങ്ങുകയല്ല ചെയ്യുക. വിൽക്കുന്ന കോയിൻ സിസ്റ്റം എടുത്ത് നശിപ്പിച്ച് കളയാണ്, ബേൺ ചെയ്ത് കളയാണ്. അപ്പോൾ വാങ്ങാൻ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നു, വിൽക്കുമ്പോൾ നശിപ്പിക്കുന്നു. വളരെ മനോഹരമാണ് ഈ ആശയം. 1000 കോയിൻ ഒരാൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ 99,000 കോയിനെ മാർക്കറ്റിൽ ഉണ്ടാകും. ആ 1000 കോയിനെ നശിപ്പിച്ച് കളഞ്ഞു. ആ സമയത്ത് ഒരു 1000 കോയിൻ ഒരാൾ വാങ്ങിയാൽ വീണ്ടും 1,00,000 കോയിനായിട്ട് മാറും. അപ്പോൾ ലിക്വിഡിറ്റി എന്ന സാധനത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രൂപവും കോയിന്റെ എണ്ണത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രൂപവും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഏകദേശം 1,93,000 കോയിൻസ് സിസ്റ്റത്തിൽ ബാലൻസ് ഉണ്ട്. ഏകദേശം $37,000 സിസ്റ്റത്തിൽ ബാലൻസ് ഉണ്ട്. ഇപ്പോൾ 2024 സെപ്റ്റംബർ 23 ഞാൻ സംസാരിക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സൂചിപ്പിച്ചത്. ഈ ഘട്ടത്തിൽ ഒരു 1000 കോയിൻ ഒരാൾ സെല്ല് ചെയ്താൽ ആ 1000 കോയിൻ ടോട്ടൽ നമ്പർ ഓഫ് കോയിനിൽ നിന്ന് കുറയും. അപ്പോൾ 1,93,000 എന്നുള്ളത് 1,92,000 കുറയും. 1000 കോയിന് ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് അത് $0.1954 എന്ന റേഞ്ചിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ $195.40 അയാൾക്ക് പേയ്മെന്റ് കൊടുക്കണം. 1000 കോയിന് അത്രയും കൊടുക്കണമല്ലോ. പക്ഷെ അതിന്റെ 90% കൊടുക്കുക. ആ 90% ഈ ലിക്വിഡിറ്റിയിൽ നിന്ന് എടുത്തു കൊടുക്കും. കാരണം സിസ്റ്റത്തിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിൽക്കുന്ന കോയിൻ സിസ്റ്റം ഏറ്റെടുത്ത് അത് നശിപ്പിച്ച് കളയുമ്പോൾ സിസ്റ്റത്തിന്റെ കയ്യിലുള്ള പൈസ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് വിൽക്കാൻ വേണ്ടി എങ്ങും പോകേണ്ട ആവശ്യമില്ല. റിയൽ ടൈമായിട്ട് വാങ്ങലും വിൽക്കലും നടത്താൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്നതിന്റെ ഭാഗമായി ലിക്വിഡിറ്റിയിൽ മാറ്റം വരും, കോയിന്റെ എണ്ണത്തിലും മാറ്റം വരും. ലിക്വിഡിറ്റിയും കോയിൻ നമ്പറും മാറ്റം വരുമ്പോൾ ലിക്വിഡിറ്റിയെ കോയിൻ നമ്പർ കൊണ്ട് ഹരിച്ചുകൊണ്ട് പുതിയ ഒരു വില കണ്ടെത്തും. ആ വില കൂടുതൽ വില വരുന്ന അവസ്ഥയിലേക്കായിരിക്കും, വില കൂടുന്ന അവസ്ഥയിലേക്കായിരിക്കും. നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്ന ഒരു സിസ്റ്റം, അതാണ് വുഡ.
വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്, വില കൂടുന്ന ഡിജിറ്റൽ അസറ്റ്. ഒരിക്കലും വില കുറയില്ല. ഇന്ന് 2024 മാർച്ച് 20 ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഇന്ന് വരെയുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ 90 പൈസയിൽ നിന്ന് 17 രൂപ 62 പൈസയിലേക്ക് വില മാറിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും 17 രൂപ 61 പൈസയായിട്ട് വില കുറയത്തില്ല. 17 രൂപ 63 പൈസയായിട്ട് വില കൂടുകയുള്ളൂ. ഈ വില വന്നപ്പോൾ വെറും 1010 ആളുകളാണ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൂ. 1010. ഈ ആളുകളുടെ ചെറിയൊരു കമ്മ്യൂണിറ്റി വന്നപ്പോൾ ഇത്ര മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ 1000 എന്നുള്ളത് 10,000 ആളുകൾ വരുന്ന അവസ്ഥയിലോ, 10,000 എന്നുള്ളത് 1 ലക്ഷം വരുന്ന അവസ്ഥയിലോ, 1 ലക്ഷം എന്നുള്ളത് 10 ലക്ഷം വരുന്ന അവസ്ഥയിലോ ഇവിടെ മിറാക്കിൾസ് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. സിസ്റ്റത്തിൽ വളരെ മനോഹരമായ ഒരു ആശയം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൈ നിറയെ പണം കിട്ടുന്ന ഒരു വരുമാന മാർഗവും വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞു, ഒരു എമൗണ്ട് വരുമ്പോൾ 52% ലിക്വിഡിറ്റിയിൽ വയ്ക്കുന്നത്. അപ്പോൾ ബാക്കി 48% എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ 100% ഫണ്ട് വരുന്നുണ്ട്, 52% ലിക്വിഡിറ്റിയിൽ വയ്ക്കുന്നുണ്ട്. ബാക്കി 48% എന്ത് ചെയ്യും? അത് 5% ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ഒരു ഫണ്ടായിട്ട് അഡ്മിൻ ഫണ്ട് എന്ന രൂപത്തിൽ മാറ്റിവെക്കും. കാരണം എല്ലാ മാസവും ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളും അതിന്റെ മെയിൻ്റെനൻസും സെർവർ മെയിൻ്റെനൻസും എല്ലാം ചെയ്യാൻ ഒരു എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് ആരും കയ്യിൽ നിന്ന് കൊടുക്കില്ലല്ലോ. സിസ്റ്റം അത് തന്നെ സ്വയം കണ്ടെത്തുന്നു. 5% അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോഴും 43% ഫണ്ട് ബാക്കിയുണ്ട്. ഈ 43% നമുക്ക് അഫിലിയേറ്റ് ഇൻകം ആയിട്ടാണ് തരുന്നത്. ആ 43%-ൽ 4% സിസ്റ്റം തരുന്നത് പൂൾ ഇൻകം എന്ന രൂപത്തിലാണ്. പൂൾ ഇൻകം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും കിട്ടുന്ന രൂപത്തിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന എമൗണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. പക്ഷെ എല്ലാവർക്കും കിട്ടൂല. $100, $500, $1000 ഇങ്ങനെ സിംഗിൾ പേയ്മെന്റ് ചെയ്ത് ഈ സിസ്റ്റത്തിൽ വന്ന ആൾക്കാരുണ്ട്. 100ന്റെ സിംഗിൾ പേയ്മെന്റ് ചെയ്തവര്, 500ന്റെ സിംഗിൾ പേയ്മെന്റ് ചെയ്തവര്, 1000ന്റെ സിംഗിൾ പേയ്മെന്റ് ചെയ്തവര്, അവർക്ക് സിസ്റ്റം പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൂൾ ഇൻകത്തിന് വേണ്ടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 എടുക്കുമ്പോൾ ആർക്കെല്ലാം പോയിന്റ് ഉണ്ടെന്ന് നോക്കും. $100 ഒരു പോയിന്റ് ആണ്, $500 5 പോയിന്റ് ആണ്, $1000 10 പോയിന്റ് ആണ്. സോ $1600 ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 16 പോയിന്റ് ലഭിക്കുന്നുണ്ടാകും. ഇങ്ങനെ സിസ്റ്റത്തിലുള്ള ടോട്ടൽ പോയിന്റ് എത്രയാണെന്ന് സിസ്റ്റം നോക്കുന്നു. ഒപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 ആ 24 മണിക്കൂറിൽ സിസ്റ്റത്തിന് ടേൺ ഓവർ എത്രയാണെന്ന് നോക്കുന്നു. ടേൺ ഓവറിന്റെ 4% ഫണ്ടായിട്ട് എടുക്കുന്നു. ഫണ്ടിനെ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരു പോയിന്റിന്റെ വില എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിന്റെ വില $1 എന്നാണെങ്കിൽ 16 പോയിന്റ് കിട്ടിയ ഒരാൾക്ക് $16 എന്ന പൂൾ ഇൻകമായിട്ട് കിട്ടിയിട്ടുണ്ടാകും. ആ ഒരു പോയിന്റിന്റെ വില $1/2 എന്നാണെങ്കിൽ കിട്ടുന്നത് $8 ആയിരിക്കും. ആ ഒരു പോയിന്റിന്റെ വില $2 എന്നാണെങ്കിൽ അദ്ദേഹത്തിന് ആ ദിവസം കിട്ടുന്നത് $32 ആയിരിക്കും. ആ വരുമാനം അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്ന സമയം വരെയും കിട്ടിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? $1600. സോ $1600 എന്ന് കിട്ടിത്തീരുന്നോ അന്ന് വരെയും ആ വരുമാനം സിസ്റ്റം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കും. ആ വരുന്ന വരുമാനം അപ്പം തന്നെ വിഡ്രോ ചെയ്യാവുന്നതാണ്. ഒരു സർവീസ് ചാർജും അതിൽ നിന്നില്ല തന്നെ. ഇപ്പോഴത്തെ ഗ്രോത്ത് റേറ്റ് അനുസരിച്ച് ഏകദേശം 1 വർഷം കൊണ്ട് ഈ $1600 അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്ന കാര്യമുണ്ടാകും. ഇതേ സമയം തന്നെ അദ്ദേഹം മുതൽ മുടക്കുന്നതിന് അനുപാതികമായിട്ടുള്ള 35% ഡിജിറ്റൽ അസറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ അസറ്റിന്റെ വിലയും കയറിക്കൊണ്ടിരിക്കും. ഈ അസറ്റിന്റെ വില കയറുന്നു, എത്ര കയറ്റം വരുന്നുണ്ടോ അത്രയും കയറ്റം അദ്ദേഹത്തിന് എൻജോയ് ചെയ്യാവുന്നതാണ്. 1 വർഷം കൊണ്ട് ഒരു $3200 വാല്യൂയിലേക്ക് അത് എത്തി എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. എങ്കിൽ ആ $3200 അദ്ദേഹത്തിന് അന്ന് വിഡ്രോ ചെയ്തെടുക്കാം. കോയിൻ സെല്ല് ചെയ്യുമ്പോൾ 10% സിസ്റ്റത്തിൽ ഹോൾഡ് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് $3200 നിന്ന് $320 കുറച്ച് $2880 തിരിച്ചു കിട്ടുന്നുണ്ടാകും. സോ ഒരു $1600 മുതൽ മുടക്കുന്ന ഒരാൾക്ക് 1 വർഷം കൊണ്ട് പൂളിംഗത്തിലൂടെ $1600 കോയിൻ സെല്ല് ചെയ്തുകൊണ്ട് $2880 കിട്ടുമെങ്കിൽ $4480 ആണ് അദ്ദേഹത്തിന് 1 വർഷം കൊണ്ട് തിരിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കുക. സോ എത്ര മടങ്ങാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ വേറെ ഏത് മേഖലയിൽ പോയാൽ അത്രമാത്രം പ്രോഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മൂല്യവർദ്ധന മാത്രമേ ലഭിക്കുന്നുള്ളൂ. യാതൊരു തരത്തിലുള്ള റോങ് കമ്മിറ്റ്മെന്റും ഇവിടെ വരുന്നില്ല. ആ മൂല്യവർദ്ധനയ്ക്ക് കൃത്യമായ ഒരു കണക്ക് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഈ സിസ്റ്റത്തിൽ ഹാപ്പി ആയിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകും. സോ 4% പൂളിംഗത്തിലേക്ക് വെച്ചാൽ ബാക്കി 39% ഉണ്ട്. ആ 39% ആദ്യത്തെ 10 ലെവലിലേക്ക് 23% ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന 16% 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് ഇൻകം ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് റാങ്കിന് ബേസ് ചെയ്താണ് കിട്ടുക. ആദ്യത്തെ 10 ലെവലിലെ ഇൻകം എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലിൽ 10%, സെക്കൻഡ് ലെവലിൽ 3%, 3, 4, 5 ലെവലിൽ 2% വീതം, 6, 7, 8 ലെവലിൽ 1% വീതം, 9, 10 ലെവലിൽ 0.5% വീതം. ഇങ്ങനെയാണ് 23% ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ റാങ്ക് ക്വാളിഫൈ ചെയ്താൽ സിൽവർ റാങ്കിൽ 4%, ഗോൾഡ് റാങ്കിൽ 8%, എമറാൾഡ് റാങ്കിൽ
12%, ഡയമണ്ട് റാങ്കിൽ 16%, ഇങ്ങനെ റാങ്ക് ബോണസ് നേടിയെടുക്കാം. നമ്മൾ റാങ്ക് ക്വാളിഫൈ ചെയ്താൽ ഫസ്റ്റ് ലെവലിലെ ഇൻകം 10% പ്ലസ് റാങ്ക് ബോണസ് ആയിരിക്കും. അതായത് ഗോൾഡ് റാങ്ക് ഒരാൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു എൻട്രി എടുത്താൽ അദ്ദേഹത്തിന് 10 + 8 18% അദ്ദേഹത്തിന് റവന്യൂ കിട്ടുമെന്നർത്ഥം. സോ ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ബിസിനസ്സുകൾ ഉണ്ടാകും. ഈ ബിസിനസ്സിൽ ആരെങ്കിലും എല്ലാം ടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്തും ഈ 18% റവന്യൂ വീണ്ടും കിട്ടുമെന്നർത്ഥം. അതായത് ഞാൻ ഈ ബിസിനസ്സിൽ ഒരാളെ പരിചയപ്പെടുത്തുന്നു, അദ്ദേഹം $20 സ്റ്റാർട്ട് ചെയ്തു. $20 മതി ഈ സിസ്റ്റത്തിൽ വരാൻ. $1000 വരെയുള്ള ഏത് എമൗണ്ടും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് മുതൽ മുടക്കാം. അങ്ങനെ $20 സ്റ്റാർട്ട് ചെയ്ത ഒരാൾ അദ്ദേഹം ഈ ബിസിനസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് വരുമാനം കിട്ടി. വരുമാനം അദ്ദേഹം വിഡ്രോ ചെയ്തു. അദ്ദേഹം അത് ഉപയോഗിച്ച് ടോപ്പ് അപ്പ് ചെയ്തു. ടോപ്പ് അപ്പ് ചെയ്ത സമയത്ത് വീണ്ടും എനിക്ക് 10% കിട്ടും. അങ്ങനെ പല പ്രാവശ്യം അദ്ദേഹം ടോപ്പ് അപ്പ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ റാങ്ക് ഗോൾഡ് റാങ്കിലെത്തി. അങ്ങനെ ഞാൻ ഗോൾഡ് റാങ്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യുന്നു. ഒരു $1000 ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് 10% ഫസ്റ്റ് ലെവൽ ഇൻകവും 8% റാങ്ക് ബോണസും 18% $180 എന്നിലേക്ക് വരുമാനമായിട്ട് ലഭിക്കും. ഒന്ന് നോക്കൂ, റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ എൻ്റെ വരുമാനം കൂടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എല്ലാവർക്കും ആദ്യത്തെ 10 ലെവലിൽ വളരെ പെട്ടെന്ന് വരുമാനം കൂട്ടിയെടുക്കാൻ റാങ്ക് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ സാധിക്കും. റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു സമയപരിധിയും അതിനുവേണ്ടി സിസ്റ്റം വച്ചിട്ടില്ല. ക്യുമുലേറ്റ് ചെയ്യുന്ന ബിസിനസ് ഓഡിയത്തിലൂടെ നമുക്ക് അതിൽ എത്താൻ സാധിക്കും. ഉദാഹരണം, സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യണം. സിസ്റ്റം പറയുന്ന കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാക്കേജ് $100 ആയിരിക്കണം. ഡയറക്റ്റ് ആയിട്ട് 5 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടാകണം. ആ ഡയറക്റ്റ് ബിസിനസ് ഓഡിയത്തിലൂടെ $500 ബിസിനസ് നടന്നിട്ടുണ്ടാകണം. ടോട്ടൽ ടീം വോളിയം $5000 എത്തണം. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ കണ്ടീഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ വോയിസ് കേൾക്കുന്ന ഒരാൾ തീരുമാനിക്കുകയാണ്, ഓക്കെ ഞാൻ $100 സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള പൈസ ഞാൻ കണ്ടെത്തി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ ഒരു 5 പേരുടെ $1000 ഞാൻ സ്പോൺസർ ചെയ്തു. അദ്ദേഹം സിൽവറായി. എന്താ കാരണം? ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം അവിടെ ഓക്കെ ആയല്ലോ. $100 പാക്കേജായി, 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് വന്നു, $500 എന്ന ബിസിനസ് വോളിയത്തിന് വരെ $5000 ബിസിനസ് ആയി. സോ ടീം വോളിയം തന്നെ 5000 എന്നുള്ള ആശയം അവിടെ കംപ്ലീറ്റ് ആയി. സോ സിൽവർ റാങ്ക് അദ്ദേഹം ക്വാളിഫൈ ചെയ്തു. സോ സുഹൃത്തുക്കളെ, ഈ വോയിസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഓപ്പൺ ആകുന്നത് വ്യക്തമായ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി 2 കണ്ടീഷൻസേ സിസ്റ്റം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റ് വിൽക്കുന്ന സമയത്ത് നമ്മുടെ പാക്കേജ് എത്രയോ അതിന്റെ ഇരട്ടി വിലയ്ക്കുള്ള കോയിനെ വിൽക്കാൻ സാധിക്കും. നമ്മുടെ പാക്കേജ് എത്രയാണോ അതിന്റെ 3 ഇരട്ടി മാത്രമേ ഇൻകം ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. ആ 2 പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വോയിസിന്റെ ബാക്കിയുള്ള ഭാഗം ഉപയോഗിക്കുകയാണ്. ഒന്ന്, നമ്മൾ $20 സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് $20 ആവശ്യമായ 35% കോയിൻ കിട്ടി. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ വർക്ക് ചെയ്ത് പോയപ്പോൾ നമുക്ക് $10000 ടോട്ടൽ കമ്മീഷൻ വന്നു. ആ കമ്മീഷൻ വരുന്നതിന് നമ്മുടെ പാക്കേജ് 20 എന്നുള്ളത് ഒരു ഘടകമല്ല. നമ്മൾ പാക്കേജ് ഒന്നും സിസ്റ്റം നോക്കുന്നില്ല, കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാക്കേജിന്റെ 3 ഇരട്ടിയെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. സോ $10000 ഇൻകം വന്നപ്പോൾ അതിൽ നിന്ന് നമ്മുടെ പാക്കേജായ $20 ബേസ് ചെയ്ത് $60 നമ്മൾ വിഡ്രോ ചെയ്തു. ആ വിഡ്രോവൽ അപ്പം തന്നെ നമ്മുടെ വാലറ്റിലേക്ക് കിട്ടും. $60 കിട്ടും, ഒരു സർവീസ് ചാർജും ഇല്ല. ആ കിട്ടിയ $60 നമ്മൾ അപ്പം തന്നെ ടോപ്പ് അപ്പ് ചെയ്തു. അപ്പം തന്നെ $60 ഡിജിറ്റൽ അസറ്റ് നമുക്ക് വീണ്ടും കിട്ടി. അതിന്റെ 3 ഇരട്ടി $180 അപ്പം തന്നെ എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ആ $180 എൻ്റെ വാലറ്റിലേക്ക് ലഭിച്ചു. ആ $180 ഞാൻ അപ്പം തന്നെ ടോപ്പ് അപ്പ് ചെയ്തു. ടോപ്പ് അപ്പ് ചെയ്തപ്പോൾ എനിക്ക് $540 എനിക്ക് വീണ്ടും വിഡ്രോ ചെയ്യാൻ സാധിച്ചു. $540 എനിക്ക് വാലറ്റിൽ കിട്ടി. അപ്പോൾ തന്നെ ഞാനത് ടോപ്പ് അപ്പ് ചെയ്തു. അങ്ങനെ ഓരോ ടോപ്പ് അപ്പ് ചെയ്യുമ്പോഴും എനിക്ക് ഡിജിറ്റൽ അസറ്റ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ അസറ്റിന്റെ വാല്യൂ ഞാൻ പോലും ചിന്തിക്കുന്ന അളവിലേക്ക് അതിനേക്കാൾ കൂടുതൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ടോട്ടൽ $10000 ആ ദിവസം തന്നെ ഇരുന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. സിസ്റ്റത്തിൽ 24 മണിക്കൂറും 7 ദിവസവും വിഡ്രോ ചെയ്യാവുന്ന അൺലിമിറ്റഡ് ഫെസിലിറ്റിയാണ് വച്ചിരിക്കുന്നത്. ആകെയുള്ളത് ഒരു വിഡ്രോവൽ നടക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ ബ്ലോക്ക് ചെയിനിൽ ട്രാൻസാക്ഷൻ നടക്കാൻ ആവശ്യമായ ഗ്യാസ് ഫീ BNBയുടെ രൂപത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറയുന്നത് മാത്രം. അതും ഒരു $5 $6 റേഞ്ചിലുള്ള BNB മാത്രമേ കുറയുന്നുള്ളൂ ഒരു ട്രാൻസാക്ഷന്. അപ്പൊ അത് മൂല്യമുള്ള രൂപത്തിൽ നമ്മൾ വിഡ്രോവൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ലാഭകരമായി ഈ ബിസിനസിനെ കൊണ്ടുപോകാൻ സാധിക്കും. $10000 വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും $3500 നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടാകും. $3500 തുല്യമായ അസറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ടോട്ടൽ സിസ്റ്റത്തിൽ അത്രയും പ്രാവശ്യം കറൻസിയുടെ വില കൂടുന്നുണ്ടാകും. ഒരു ലീഡർ അദ്ദേഹം അച്ചീവ് ചെയ്ത് വിഡ്രോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല കൂടിയുള്ള എല്ലാവർക്കും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് നടന്നു എന്നർത്ഥം. ഇത് തന്നെയാണ് കോയിൻ സെല്ലിംഗിൽ നടക്കുക. നമ്മൾ $3500 ടോപ്പ് അപ്പ് ചെയ്തു, നമുക്ക് അസറ്റ് കിട്ടി. പിന്നീട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ടീം വർക്ക് ചെയ്യുന്ന പോകുന്നുണ്ട്, അല്ലെങ്കിൽ ടീം വർക്ക് ചെയ്യുന്നില്ല, എന്തും സംഭവിക്കാം. ഒന്നും നടക്കുന്നില്ല എന്ന് ഇമാജിൻ ചെയ്യുക. ടോട്ടൽ സിസ്റ്റത്തിൽ എവിടെയെല്ലാം ട്രാൻസാക്ഷൻ നടക്കുന്നു അതിനെ ബേസ് ചെയ്ത് നമ്മുടെ അസറ്റിങ്ങിന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂടി അതൊരു $10000 മൂല്യമുള്ള കറൻസി ആയിട്ട് മാറി. നമ്മുടെ ഡിജിറ്റൽസിന്റെ മൂല്യം ആ സമയത്തെ വില വെച്ച് നോക്കുമ്പോൾ $10000 മൂല്യമുണ്ട്.
നമ്മുടെ പാക്കേജ് $3500 ഉള്ളൂ. ആ $3500 ഇരട്ടി $7000 നമുക്ക് അവിടെ സെല്ല് ചെയ്യാൻ സാധിക്കും. ആ സെല്ല് ചെയ്തപ്പോൾ അതിന്റെ 10% $750 കുറഞ്ഞ് ബാക്കി $6250 നമുക്ക് വിഡ്രോ ചെയ്ത് കിട്ടി. ഇനി ബാക്കി $3000 അസറ്റ് അപ്പോഴും ബാക്കിയുണ്ട്. അത് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ടോപ്പപ്പ് ചെയ്യണം. ആ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു $1500 ടോപ്പപ്പ് ചെയ്തു. അതെങ്ങനെ? 1000 കൊണ്ട് ടോപ്പപ്പ് ചെയ്തു, വീണ്ടും 500 കൊണ്ട് ടോപ്പപ്പ് ചെയ്തു. അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് വീണ്ടും $3000 കോയിൻ വിൽക്കാനുള്ള ഫെസിലിറ്റി അവിടെ തന്നെ ഓപ്പൺ ആയി. അപ്പൊ തന്നെ ഞാൻ $3000 കോയിൻ വിറ്റപ്പോൾ അതിന്റെ 10% $300 കുറഞ്ഞ് $2700 എനിക്ക് വീണ്ടും കിട്ടി. അപ്പോൾ $6250 ആദ്യം എനിക്ക് ലഭിച്ചിരുന്നു, രണ്ടാമത് $2700 ലഭിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മൊത്തം കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് $8950 ആണ്. അത് കോയിൻ വിറ്റപ്പോൾ കിട്ടിയതാണ്. ചിന്തിച്ചു നോക്കൂ, ആ ലാഭം എടുക്കാൻ വേണ്ടി ഞാൻ ഒരു വിൽപ്പന നടത്തി, എനിക്ക് പൈസ കിട്ടി. ഒരു ടോപ്പപ്പ് എടുത്തി, എനിക്ക് വീണ്ടും ലിമിറ്റ് കൂടി. വീണ്ടും വിൽപ്പന നടത്തി, എൻ്റെ മൊത്തം എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്തു. 3 ട്രാൻസാക്ഷൻ ഞാൻ ചെയ്തു. ഈ 3 ട്രാൻസാക്ഷൻ വഴി ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് 3 പ്രാവശ്യം വില കൂടി. നോക്കൂ, കോയിൻ വിൽക്കുമ്പോഴും മറ്റുള്ളവർക്ക് ലാഭമുണ്ടാക്കുന്ന പ്രോസസ്സ് നടത്തിക്കൊണ്ടാണ് ഒരാൾ കോയിൻ വിറ്റുമാറുക. ഒരാൾ സിസ്റ്റം വേണ്ടാന്ന് വെച്ചാൽ ടോട്ടൽ സിസ്റ്റത്തിലുള്ള ആൾക്കാർക്ക് ഗുണമാണെന്ന് അർത്ഥം. വേറെ ഏത് സിസ്റ്റത്തിൽ എടുത്ത് നോക്കിയാലും അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ബൾക്കായിട്ട് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. ആ ഷെയർ മാർക്കറ്റിൽ ആ ഷെയർ മൊത്തം നമ്മൾ ഒറ്റയടിക്ക് വിൽക്കാൻ തീരുമാനിച്ചു. $1 മില്യനോ അല്ലെങ്കിൽ $10 മില്യനോ വിലയുള്ള ഷെയറാണ് നമുക്കുണ്ടായിരുന്നത്. അത്തരത്തിൽ വിൽക്കാൻ തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും ഷെയർ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്രിപ്റ്റോ കറൻസി ആകട്ടെ, ഒരു 10 കോടി മൂല്യമുള്ള ബിറ്റ്കോയിൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ബിറ്റ്കോയിൻ നമ്മൾ സെല് ചെയ്യാൻ തീരുമാനിച്ചു. ഉറപ്പായിട്ടും നമ്മുടെ ടോട്ടൽ ബിറ്റ്കോയിന്റെ വില കുറയുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബുഡ പ്രൊജക്റ്റിൽ, ആദ്യത്തെ ബുഡ പ്രൊജക്റ്റ് ടെതർ ഓഷനിൽ സെറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്സിൽ ആര് എക്സിറ്റ് ആയാലും ബാക്കി എല്ലാവർക്കും ലാഭമാണ്. ആര് കൂടുതൽ ലാഭം ഉണ്ടാക്കിയാലും ബാക്കി എല്ലാവർക്കും ലാഭമാണ്. അപ്പോൾ ആര് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ആര് എക്സിറ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ടോ, സിസ്റ്റം അത്രയും ഹാപ്പിയാണ്. ബ്യൂട്ടിഫുൾ ആയ ആശയത്തെ വ്യക്തമായിട്ട് പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.